അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്ക്. നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓയിലൊന്ന് ചൂടായി തുടങ്ങിയതിലേക്ക് ഇനി 5 വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തല്ലേ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. വെളുത്തുള്ളി ചതച്ചെടുക്കില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിതിപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്തുള്ളത്. ഇനി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ വഴറ്റിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ 3 ചുവന്ന മുളക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതല്ലെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടിയോ അല്ലെങ്കിൽ 2-3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതോ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി റവ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത റവയാലും വറുക്കാത്ത റവയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി റവ നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം പെട്ടെന്ന് അങ്ങ് വറ്റി വരും കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പൊട്ടാറ്റോ നന്നായിട്ട് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വലിയ പൊട്ടാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നന്നായി ഒന്ന് മിക്സായി വന്നാൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറണ്ട കേട്ടോ. നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പാകമായിട്ടുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്താലും മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുഴച്ചെടുക്കാം. നമ്മളിതിൽ പൊട്ടാറ്റോ ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിലുള്ളത് റവ ആയതുകൊണ്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കുഴച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ മൈദപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മളിത് ചപ്പാത്തിക്കൊന്നും പരത്തിയെടുക്കുന്ന അത്രയൊന്നും പരത്തിയെടുക്കുന്നില്ല. കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ സൈഡൊന്നും പൊട്ടി പോവാതിരിക്കാൻ മാത്രം ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയായാൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാൻ 3 മുട്ട നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓരോ മുട്ടയും 4 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ സ്നാക്ക് ഏത് ഷേപ്പിൽ വേണം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവൊന്നും ചെറിയൊരു ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുന്നതിന് മുന്നായിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ മടക്കി വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. മുട്ട ഈ മാവ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്ത ശേഷം ഇനി നമുക്കിത് കൈ വെച്ചൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മുട്ട വട്ടത്തിൽ മുറിച്ചെടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം മാവൊന്നും ചെറിയൊരു ഉരുളെടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ മുട്ട ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി കൈ വെച്ചൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലതും ഇതേ രീതിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
ഇതിലിനി കൂടുതലൊന്നും വെന്ത് വരാനില്ലാത്തതുകൊണ്ട് തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരേ സൈഡിന് കൂടുതൽ സമയം വെച്ചിരിക്കാതെ ഒരു 2-3 പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കളറായി നമുക്കിത് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും റവയും മുട്ടയും വെച്ച് തയ്യാറാക്കിയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.